വീണ്ടും റെഡ് ടീമും ബ്ലൂ ടീമും വന്നിരിക്കുകയാണ്. എന്തിനാണ് വന്നിരിക്കുന്നത്? റോബോവാർ. അപ്പൊ എന്താണ് റോബോവാർ എന്ന് അറിയാത്തവർക്ക് വേണ്ടി പ്രവീൺ മച്ചാൻ പറഞ്ഞുതരും. എന്താണ് റോബോവാർ? നമ്മൾ ഉണ്ടാക്കിയ 2 വണ്ടികളും കൂട്ടിയിടിപ്പിച്ച് ആര് പുറത്തു പോകുന്നോ അല്ലെങ്കിൽ ഏത് വണ്ടി ഡാമേജ് ആകുന്നോ അതന്നെ ആ വണ്ടി ജയിക്കും, അത് തോക്കും. മറ്റേ വണ്ടിയുള്ള ആൾക്കാർ ജയിക്കും. അപ്പൊ എന്തായാലും ഇന്ന് നമ്മള് റെഡ് ടീമും അതുപോലെ തന്നെ ബ്ലൂ ടീമും കൂടിയിട്ട് റോബോ വാർ നടത്താനായിട്ട് പോവാണ്. അപ്പൊ എന്താണ് നമ്മൾ ക്രൈറ്റീരിയ ഇട്ടിരിക്കുന്നത്? ബഡ്ജറ്റ് എത്ര രൂപയാണ് ബഡ്ജറ്റ് ഉദ്ദേശിക്കുന്നത്? 5000 ബഡ്ജറ്റ് ഒരു ടീമിന് 5000 രൂപ. അപ്പൊ ബ്ലൂ ടീമിന് 5000, റെഡ് ടീമിന് 5000. അപ്പൊ 5000 രൂപ വെച്ചിട്ടായിരിക്കണം ബ്ലൂ ടീം സാധനങ്ങൾ വാങ്ങിച്ച് അത് മേക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ റെഡ് ടീമും അതുപോലെ തന്നെ ആയിരിക്കണം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 3 ദിവസമാണ് നമ്മുടെ റോബോട്ടിനെ മേക്ക് ചെയ്യാനായിട്ട് സമയം എടുക്കുന്നത്. അപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ റോബോ വാറിനെ കാണാം അല്ലേ? ഓക്കെ, അപ്പോ റെഡ് വേഴ്സസ് ബ്ലൂ റോബോ വാർ സീസൺ 1. അപ്പൊ എന്തായാലും നമ്മളുടെ മത്സരത്തിനുള്ള പരിപാടികൾ നമ്മൾ തുടങ്ങിയാണ്, പ്രിപ്പറേഷൻസ്. അപ്പൊ എന്തായാലും ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കാൻ പോവാണ്, ബ്ലൂ ടീം അല്ലേ? നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ റെഡ് ടീം ഇന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ടോ? നോക്കിയിട്ട് വാങ്ങിക്കുള്ളൂ. ഓക്കെ, ഞങ്ങൾ അങ്ങനെ നോക്കുന്നൊന്നുമില്ല, നമ്മൾ ചെന്നിട്ട് സാധനങ്ങൾ വാരി എടുക്കാൻ പോവാണ് അല്ലേ? അപ്പോൾ സ്വന്തമായിട്ടായിരിക്കണം ടീമിൽ ഉണ്ടാക്കുന്നത്, പുറത്തുനിന്ന് ഉണ്ടാക്കിക്കാനായിട്ട് പാടില്ല. അത് നമ്മുടെ ക്രൈറ്റീരിയയിൽ പെടുന്നതാണ്. അപ്പോൾ ഇനി എന്താണ് പരിപാടി? നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പോവാ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഇറങ്ങാണ്. നിങ്ങൾ പോടാ. നമ്മൾ കിടക്കാച്ച സാധനങ്ങൾ വാങ്ങിച്ചെടുക്കും. നമ്മുടെ നമ്മുടെ പിള്ളേര് പെശായിട്ട് ഉണ്ടാക്കും അല്ലടാ? നമുക്ക് ബുദ്ധിയുണ്ട്, അവർക്ക് ബുദ്ധിയില്ലെന്ന് പറയുന്നത്. അങ്ങനെയല്ല, നമ്മൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് താല്പര്യമുണ്ട്. അവർക്കും ബുദ്ധിയില്ല. നിന്നോട് ആര് പറഞ്ഞു? നല്ല ബുദ്ധിയുള്ള പിള്ളേരാണ്. പ്രവീണൊക്കെ അങ്ങനെ ഇരിക്കണം, നോക്കണ്ട. അഗ്രകണ്യനാണ് അവൻ, അഗ്രകണ്യൻ. അപ്പൊ എന്തായാലും നമ്മളിത് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പണി തുടങ്ങാൻ പോവാണ്. ടീം ബ്ലൂ. നമ്മള് സാധനങ്ങൾ മേടിക്കാൻ പോവാണ്. പക്ഷേ ഈ സാധനം ഉണ്ടാക്കുമ്പോ എങ്ങനെ ഒരു നല്ല മോട്ടർ കാര്യങ്ങളൊക്കെ നമ്മ ആക്രിക്കടയിൽ സെക്കൻഡ് ഹാൻഡ് ആക്രിക്കടയിൽ നിന്നാണ് തൂക്കാൻ പോണേ. പിന്നെ എന്നിട്ടാണ് ബാക്കി വെൽഡൊക്കെ ചെയ്യണം. വെൽഡ് ചെയ്യാനായിട്ട് നമ്മുടെ ശരിക്കും പറഞ്ഞ ഒരു മെഷീനുള്ളൂ. അവര് തരുവതായിട്ടില്ലേത് അറിയില്ല. അപ്പൊ ബാക്കപ്പ് പ്ലാൻ ആയിട്ട് നമ്മ വേറൊരു സാധനം കണ്ടു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഞങ്ങൾ മോട്ടർ മേടിക്കട്ടെ ആദ്യം. ഓക്കെ, അപ്പൊ നമ്മുടെ റെഡ് ടീം ഇവിടെ റോബോവാറിനുള്ള സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു മോഡലിലേക്കും വരാം. ഇതിന് കുറെ മാറ്റങ്ങളൊക്കെ ഇങ്ങനെയല്ല പണിത് വരുമ്പോ വേറെ രീതിയിലും പാർട്സ് വാങ്ങാനായിട്ട് പോയിട്ടാ നമ്മളെ ഫോളോ ചെയ്തൊരു ടീം വന്നിട്ടുണ്ടായി. പിന്നെ ഞങ്ങൾ വിളിച്ചിരുന്നു, വണ്ടി സൈഡാക്കിട്ട് വിളിച്ചിരുന്നു നമ്മളെ നീക്കങ്ങൾ അറിയാൻ വേണ്ടിട്ട്. വണ്ടിയുടെ ടയർ ഉണ്ടാക്കാനുള്ള ടയറല്ല, ടയറുമ്പോക്കുള്ള മോട്ടർ, അതന്നെ വൈപ്പർ മോട്ടർ എടുക്കണേ. അപ്പൊ അതിന് വേണ്ടിട്ട് ആക്രിക്കട വന്നേക്കണം. വീലുമേക്ക് കണക്ഷൻ കൊടുക്കുന്നത് 2 വൈപ്പർ മോട്ടർ വെച്ചിട്ടാണ് ആക്രിക്കടയിൽ നിന്ന് പൊക്കി. അതാണ് ഈ റേറ്റ് കുറവ്, നല്ല പവറും കിട്ടും. അപ്പൊ ഞങ്ങള് ഇലക്ട്രോണിക് സാധനം മേടിക്കാനായിട്ട് കൊടുങ്ങല്ലൂർക്ക് വന്നേക്കുണ്ടാവും. കുറച്ച് സാധനം ഉണ്ടായി, നമുക്ക് പ്രോഗ്രാം ചെയ്യാനും ബാക്കിയുള്ള സാധനങ്ങൾ വാങ്ങാൻ വന്നേക്കാം. വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വെൽഡിങ്ങും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല, ബാക്കി കാര്യങ്ങളാണ് കാണിക്കുന്നത്. കിട്ടിയ പ്രോഗ്രാം ആ മൊഡ്യൂളിലേക്ക് കയറ്റിയിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നാണ് നോക്കുന്നത്. പ്രോഗ്രാം കയറ്റി കഴിഞ്ഞിട്ട് ഈ സാധനം ഇനി കറങ്ങോ ഇല്ലെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. സാധനം കറങ്ങാനുണ്ട്. വാവ്, സമയം 1:04 വെളുപ്പിന് പ്രോഗ്രാമൊക്കെ ചെയ്ത് നമ്മളെ 4ാമത്തെ ദിവസമല്ലേ? 4ാമത്തെ ദിവസത്തെ കഷ്ടപ്പാട്. എന്നാ ശരിയായേ, നമുക്ക് ഇതിനെ കുറിച്ചൊന്നും ഐഡിയ ഇല്ല കേട്ടോ. ABCD അറിയില്ല പ്രോഗ്രാമില്ല. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ബോഡി വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. വെൽഡിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും അധികം കാണിച്ചിട്ടില്ല, വീഡിയോ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ ടയർ സെറ്റിംഗ് ആണ്. ടയർ സെറ്റിംഗ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ അവസാനത്തെ ഭാഗം. വാവ്. അപ്പോൾ മച്ചാമാരെ പണികൾ തുടങ്ങാണ്. മൊത്തം ബഡ്ജറ്റ് 5000 രൂപയിൽ നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം. നമ്മളെന്തായാലും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റോബോട്ടിന്റെ ഒരു ബേസ് ആണ് ഇത്. അതായത് ഒരു എന്താ പറയാ, ബ്ലൂ പ്രിന്റ് എന്നൊക്കെ പറയില്ല, ആ സെറ്റപ്പ് ആണത്. അപ്പൊ എന്തായാലും ഇതിൽ നമ്മളൊരു പേരിട്ട് കൊടുക്കണം, നല്ല പേര്. അപ്പൊ നമുക്ക് വേണ്ടത് ഒരു നാടൻ മലയാള തനിമയുള്ള പേരാണ്. നമുക്ക് ഇന്റർനാഷണൽ പേരിട്ട് കൊടുക്കാം. കണ്ണാപ്പി. എങ്ങനെയുണ്ട്? അപ്പൊ ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റോബോട്ട്, കണ്ണാപ്പി ദ റോബോട്ട്. അപ്പൊ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് കൊടുക്കുന്നത് ഈക്കലാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ട മോട്ടർ നോക്കാട്ടെ. ഗിയർഡ് ആയിട്ടുള്ള മോട്ടറാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പണികൾ തുടങ്ങിയേക്കാണ്. അപ്പോൾ നമ്മളുടെ മോട്ടർ ക്ലീനിങ് ചെയ്തായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ കോസ്റ്റ് മാക്സിമം കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആക്രിക്കടയിൽ നിന്ന് വൈപ്പർ മോട്ടർ ആട്ടോ വാങ്ങിയത്. അപ്പോൾ നമ്മുടെ കാറിനൊക്കെ യൂസ് ചെയ്യുന്ന വൈപ്പർ മോട്ടർ വെച്ചാണ് നമ്മുടെ വീല് നമ്മൾ പവർ ചെയ്യാനായിട്ട് പോകുന്നത്.
അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന 2 വീലുകൾ നമ്മൾ മോട്ടറിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് ഫ്രെയിമും വെക്കിച്ചത് വെൽഡ് ചെയ്ത് കൊടുക്കുകയാണ്. സംഭവം ഇതിൻ്റെ അലൈൻമെൻ്റൊക്കെ സെറ്റ് ചെയ്തെടുക്കൽ ഭയങ്കര പണിയാട്ടോ. നമ്മൾ കുറേ നേരം ഇരുന്ന് പണിത് ഓരോന്ന് പൊട്ടിച്ച് പണിത് ബാലൻസ് ഒക്കെ ചെയ്തെടുത്തിട്ട് വേണം ചെയ്യാൻ. ഒറ്റയടിക്ക് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ നമ്മളിത് ഇതിലേക്കുള്ള നമ്മളുടെ പൽവാൾ ദേവൻ സ്റ്റൈല് ഫ്രണ്ടിൽ വെട്ടാനുള്ള ഒരു സെറ്റപ്പ് റെഡിയാക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഷീറ്റ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടാ. അപ്പോൾ ഏകദേശം ഒരു 3 ദിവസം നീണ്ടു നിൽക്കുന്ന പണിയായിരുന്നു, വെൽഡിങ്ങും കട്ടിങ്ങും പ്രോഗ്രാമിങ്ങും എല്ലാം കൂടിയിട്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് വെൽഡിങ് സെറ്റും കട്ടറൊക്കെ മാറ്റി വെച്ചായിരുന്നു. പക്ഷേ അവർ ഇതുവരെ വന്ന് അത് എടുത്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് കൺഫ്യൂഷനായി, ഇവർ വർക്ക് ചെയ്യുന്നില്ലേന്ന്. അവരെന്താണ് ചെയ്യുന്നത് നമുക്ക് ഐഡിയ ഇല്ല. എന്തായാലും നമ്മുടെ വർക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ബ്ലൂ ടീമിൻ്റെ പണികൾ ഏകദേശം പ്രോഗ്രസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്വന്തമായിട്ടോ എല്ലാം ചെയ്തത്. അപ്പോൾ അതേ നമ്മുടെ ഏകദേശം ഒരു ബേസ് ഡിസൈൻ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ 2 വീലിലാണ് നമ്മുടെ വണ്ടി ഓടാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അറ്റാക്കിംഗ് ഹെഡ് കണ്ട, ഇതാണ് നമ്മുടെ പ്രൈമറി അറ്റാക്കിങ്ങിനുള്ള സെറ്റപ്പ് വരുന്നത്. ഇവിടെ ഒരു ഷാഫ്റ്റ് വരും, അത് നമ്മൾ തൽക്കാലത്തേക്ക് മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് ഈ 2 വീലിലേക്ക് വെയിറ്റ് വരുന്നതിനെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് കാസ്റ്റർ വീൽ നമ്മൾ വെക്കുന്നുണ്ട്. നമുക്ക് കാസ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഈ കാണുന്ന കാസ്റ്റർ വീൽ നമ്മളിത് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ പണി നോക്കാം. അങ്ങനെ നമ്മുടെ അവസാനഘട്ട പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വെൽഡിംഗ് സെറ്റും കട്ടറൊന്നും അവർ കൊണ്ടുപോകാതായി കണ്ടപ്പോൾ, റെഡ് ടീം കൊണ്ടുപോകാതായി കണ്ടപ്പോൾ നമുക്കൊരു ഡൗട്ട് അടിച്ചായിരുന്നു. അപ്പോൾ നമ്മുടെ ഇൻ്റലിജൻസ് ടീമിനെ നമ്മൾ അയച്ചായിരുന്നു എന്താണ് അവിടെ സംഭവം എന്ന് അറിയാൻ. അവിടെ നിന്ന് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞ വിവരങ്ങൾ വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. നമ്മുടെ റെഡ് ടീം അതിൻ്റെ ഇടയിൽ ചെയ്ത കുറച്ച് സൂത്രപ്പണികളുണ്ട്. അത് ഞാൻ എന്തായാലും പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളുടെ പണികളൊക്കെ കഴിഞ്ഞ് കണ്ണാപ്പിയുടെ ഒരു കുഞ്ഞ് പെയിൻറ്റിങ് ഒക്കെ കഴിച്ച് നമ്മൾ ഇറക്കാണ്. റിസർച്ചുകൾക്ക് ശേഷം ഒരുപാട് പണികളെടുത്തു. ഞങ്ങൾ സ്വന്തമായി പണിതിറക്കിയിരിക്കുന്നു ഞങ്ങളുടെ സ്വന്തം കണ്ണാപ്പി. കണ്ണാപ്പി ഞങ്ങൾക്കൊന്ന് പുതിയ പാറ്റേൺ അതന്നെ ഓടിക്കടാ. ഓടിക്കണത് എങ്ങനെയാണ് ഭായി? 3, 2, 1 ഫയർ. ചാവൂലടാ. അയ്യോ പോയേ, അയ്യോ അയ്യോ പോയടാ. അയ്യോ പോയടാ. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ടുള്ളൂ. അണ്ടിയുടെ എത്തല്ല, 3 റൗണ്ട്. ആദ്യ റൗണ്ട് നിങ്ങൾ വിൻ ചെയ്തു. അപ്പൊ ഇനി മെയിൻ ഇവന്റ്സ് ടൈം. നമ്മുടെ കണ്ണാപ്പി പോയടാ. അയ്യോ. അപ്പൊ നമ്മുടെ പ്രശ്നം എന്താ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പവർ ബാങ്ക് തന്നെ ഓഫായി പോയിട്ടാ. സിഗ്നൽ പവർ ചെയ്യാനായിട്ട് വെച്ചായിരുന്ന പവർ ബാങ്ക് പണി തന്നാണ്. പവർ ബാങ്ക് ഓഫായി പോയി. എടാ വേറെ പവർ ബാങ്ക് എടുക്ക്. റൗണ്ട് 2 വാർ. ഒന്ന് നേരെ സമയം എന്താടാ.
നമ്മുടെ late ആണ് ഞാൻ. Late ആണ്. തട്ടടാ, ഒരു ഇത്തിരി back എടുക്കട്ടെ എന്ന്. നിങ്ങൾ ബാക്കിക്ക് എടുക്കോ കുറച്ചൊന്ന്? ഇതിന് ബാക്കിലേക്ക് എടുത്തരോ? എടീ, നിങ്ങൾക്ക് back ഇറക്കിക്കൂടെ? കിട്ടാത്തോണ്ടല്ലടാ. തൊളയായില്ല. ഇതെന്താ തന്നെ ഡിസ്കണക്ട് ആയിക്കൊണ്ടിരിക്കണേ? പോടാ, പോയിരിക്കടാ. അടുത്ത റൗണ്ടിൽ പിടിച്ചാൽ നിങ്ങള് ഓണയില്ല. പറ്റൂടാ, വീഴടില്ല. ഇരുമ്പും കൂടാ ഇല്ലടാ, വീഴൂലടാ പറഞ്ഞ. കണ്ണാപ്പി ഇടിച്ചു പൊളിക്കണം. സാധനം കിടക്കാം. കാലക്കെടുത്ത് മാറ്റിക്കോ, കാല് മാറ്റിക്കോ. എടിക്ക് ഇവിടെ നിൽക്കണം. അങ്ങനെ സെക്കൻഡ് റൗണ്ട് ഞങ്ങള് പൊളിച്ചു. അങ്ങനെ റോബോ വാറിന്റെ ഇന്നലത്തെ 2 മത്സരങ്ങൾ, അതായത് ഫസ്റ്റ് റൗണ്ടും സെക്കൻഡ് റൗണ്ടിലും 2 ടീമുകളും ഓരോ പോയിന്റ് വെച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഇരുട്ടായതുകൊണ്ട് നമ്മൾ നിർത്തിവെച്ചിട്ട് ഇന്ന് തുടങ്ങുമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും പനി പിടിച്ചിട്ടുണ്ട്. 2 പേരെ കാണാനില്ല, വേറൊന്നുമല്ല, പനി പിടിച്ച് എല്ലാവരും കിടപ്പിലായിക്കാണ്. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ വാറ് തീർക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ടാണ് കേട്ടോ. ഇതിൽ ആര് ജയിക്കുന്നോ അവരായിരിക്കും വിന്നറെ. റെഡി. തേർഡ് റൗണ്ട് ഇട്ടോ, വാർ. ചത്താലും വിടില്ലടാ. ഞങ്ങളുടെ കഡ്ഡാപ്പി ഇതേ കിടക്കണ് പാവോ. അയ്യോ കഡ്ഡാപ്പി, അയ്യോ കണ്ണാപ്പി തോറ്റടാ. ഞങ്ങളുടെ കണ്ണാപ്പി പോയടാ. അയ്യോ. അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഒഫീഷ്യലായി റെഡ് ടീം ജയിച്ചിരിക്കുന്നു. അപ്പൊ മച്ചന്മാരെ, ഇന്ന് നടന്ന നമ്മളുടെ റെഡ് ടീം വിസസ് ബ്ലൂ ടീം റോബോ വാറ് റെഡ് ടീം തൂക്കി. എന്തായാലും വിജയം നമ്മൾ സമ്മതിച്ചു കൊടുക്കണം അല്ലേ? അപ്പൊ വിജയത്തിന്റെ പ്രതീകമായി നമ്മൾ കണ്ണാപ്പിയെ നമ്മുടെ ബ്ലൂ ടീമിന് നിന്നും റെഡ് ടീമിലേക്ക് സമർപ്പിക്കുകയാണ്. കണ്ണാപ്പി പോയി വാടാ. എഞ്ചിൻ എടുത്തോ. കണ്ണാപ്പിയുടെ എഞ്ചിനും സാധനങ്ങളും നമ്മള് റെഡ് ടീമിന് കൈമാറാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടാ, നമ്മ സ്വന്തമായിട്ട് ഉണ്ടാക്കിയാണക്ക. ഇത് പുറത്തുനിന്ന് വെൽഡിങ് ഷോപ്പിൽ നിന്നും പുറത്തുനിന്ന് ആളെറക്കിയും സെറ്റാക്കി ഞങ്ങൾ നല്ലോണം പണിയെടുത്തുണ്ടാക്കിയതാണ്. ഫുള്ള് വീഡിയോ പ്രൂഫ് അടക്കമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാം വീഡിയോ എടുത്ത് വെച്ചത്. അത് ആരെ വെൽഡ് ചെയ്ത് നമ്മൾ കണ്ട്. അപ്പൊ ഇത് മൊത്തം ഫാക്ടറി മെയ്ഡും ഇത് മൊത്തം ഹോം മെയ്ഡും ആണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടാ ഞങ്ങ പണിയെടുത്തതിന്റെ തെളിവുണ്ട് വീഡിയോയില് അതൊക്കെ ഉണ്ട്. അപ്പൊ
സംഭവം എന്തായാലും വിജയിച്ചത് അവർ വിജയിച്ചു. പക്ഷെ നമ്മൾ വെച്ചിരുന്ന മെയിൻ ക്രൈറ്റീരിയ ആണ് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കണമെന്ന്. ആ ഒരു ക്രൈറ്റീരിയ റെഡ് ടീം പാലിച്ചിട്ടില്ല. അവര് എന്ത് പുറത്തുനിന്ന് ഷെയ്സനെ കൊണ്ട് പണിയിച്ച് വയറിംഗ് വർക്ക് മൊത്തം ഷെയ്സനെ കൊണ്ട്. പിന്നെ വെൽഡിംഗ് വർക്ക്, ഇവരുടെ വെൽഡിംഗ് വർക്ക് മൊത്തം കുട്ടൻ ചേട്ടൻ. അപ്പോ എന്തായാലും റെഡ് ടീം വിജയിച്ചു. പക്ഷെ അവര് സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ല, പുറത്തുനിന്ന് പണിയിച്ച സാധനമാണ്. അപ്പൊ ഇനിയും എന്തായാലും വാർ വേണ്ടേ, അടുത്ത വാറിന് പിടിക്കാം. കാവിലെ പാട്ട് മത്സരത്തിന് അപ്പൊ എന്തായാലും ഇവിടുത്തെ റോബോ വാർ തീർന്ന സ്ഥിതിക്ക് ഇന്നത്തെ വീഡിയോ നമ്മള് വൈൻഡപ്പ് ചെയ്യാണ്. പനി പിടിച്ച് 2 എണ്ണം വീട്ടിൽ എനിക്കാൻ പറ്റാണ്ട് കിടക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി കൂടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാൻ പ്രതീക്ഷയിൽ ക്യാമറ വശൻ പ്രൈവ് ടീം M4 ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്. എടുവേ നമുക്ക് എവിടെ പാളിന്ന് മനസ്സിലായടാ? മനസ്സിലായി. അവരിൽ 4 ടയറുണ്ട്, നമ്മുടെ 2 എണ്ണം, പിന്നെ ഒരു കുഞ്ഞിതാണ് കൗണ്ടർ വെയിറ്റ് നമ്മൾ ഇട്ടത് തെറ്റിപ്പോയി. നമ്മുടെ ഫെസിലിറ്റി കറക്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ല. ആ പൂത്തിരി നമ്മൾ കത്തിച്ചത് കറക്റ്റ് ആയിരുന്നു, മുട്ടിച്ചാർന്ന് വെച്ചാർന്നെങ്കിൽ ഉള്ളിലത്തെ വയറിങ് മൊത്തം ഷോർട്ടായി കയ്യിലിരുന്നേനെ. കണ്ടത് നമ്മുടെ പൂത്തിരി ഇവിടം വരെ എത്തി, പക്ഷെ ഉള്ളിലേക്ക് നമുക്ക് തുളയാക്കാനായിട്ട് പറ്റിയില്ല. അല്ലെങ്കിൽ നിങ്ങളേ തോട്ടി കിടന്നേനെ, തോട്ടില്. എന്തായാലും തോറ്റത് തന്നെയാണ്, തോൽവി ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷെ ഞങ്ങൾ പൊരുതി തോറ്റു. ഞങ്ങൾ പണിയെടുത്തുണ്ടാക്കിയ സ്ഥാനം വെച്ചാണ് ഞങ്ങൾ മത്സരിക്കാൻ വന്നത്, അല്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങൾ പൊറുതിയാണ് തോറ്റത്, അല്ല ജയിച്ചത്. പിന്നെ ഇതിൽ ഏതെങ്കിലും ഒരു സാധനം നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ? ടേപ്പ് ഒട്ടിച്ച് അതൊക്കെ ചെയ്തത് ഷെയ്സൻ, ഞാൻ കണ്ടതാ. ഷെയ്സൻ എങ്ങനെ ചെയ്യേണ്ടത് മാത്രം പുള്ളി പറഞ്ഞു. എന്റെ മുമ്പിൽ വെച്ചാണ് അവൻ ചെയ്തത്. അപ്പൊ ഞാൻ കണ്ടല്ല. ഏടാ നിങ്ങളുടെ കോപ്പി അടിച്ചിട്ട് വേണ്ട ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ. അതെ, ഉണ്ടാക്കിയിട്ട് വയറിങ് ശരിയാവാണ്ട ഇപ്പൊ എന്നോട് ചോദിച്ചേ ഇതെങ്ങനെ വയറിങ് ഉണ്ടെന്ന് ചോദിച്ചിട്ട് എന്നെ വിളിച്ചു വരുത്തി ഒന്ന് പറഞ്ഞു തരോന്ന് ചോദിച്ചിട്ട് വിളിച്ചു ഷെയ്സൻ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്.